മലയാളിയുടെ മാറിയ ഭക്ഷണശീലത്തിലെ ഏറ്റവും വലിയ വില്ലനാണ് ഭക്ഷ്യവിഷബാധ. അടുത്തിടെ തൃശ്ശൂരിൽ കുഴിമന്തിയിൽ നിന്നുണ്ടായ ഭക്ഷ്യവിഷബാധയും തുടർന്നുണ്ടായ മരണവും കേരളത്തെയാകെ ഞെട്ടിച്ച സംഭവമാണ്. തിരക്ക് പിടിച്ച ജീവിതത്തിൽ ഹോട്ടൽ ഭക്ഷണത്തെ ആഗ്രഹിക്കുന്ന വലിയൊരു ശതമാനം ആളുകളാണ് നമ്മുടെ നാട്ടിലുള്ളത്. എന്നാൽ ഇത്തരത്തിലുള്ള വാർത്തകൾ തുടർച്ചയായി വരുന്നതോടെ എന്ത് വിശ്വസിച്ച ഹോട്ടൽ ഭക്ഷണം കഴിക്കുമെന്ന ആശങ്കയും പരക്കെ നിലനിൽക്കുന്നുണ്ട്. ഭക്ഷ്യവിഷബാധ എങ്ങനെയാണ് സംഭവിക്കുക എന്ന് നോക്കാം. പഴകിയ ആഹാരം കഴിക്കുന്നതാണ് മിക്കപ്പോഴും ഭക്ഷ്യവിഷബാധയിലേക്ക് നയിക്കുന്നത്. ഹോട്ടലിലെ പഴകിയ ആഹാരം ചൂടാക്കിയത്, ബേക്കറിയിലെ പഴകിയ സ്നാക്സുകൾ, ബിരിയാണികൾ പോലുള്ള ആഹാരങ്ങൾ വൈകി കഴിക്കുന്നത് എന്നിവയെല്ലാം ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണമാകാറുണ്ട്. പഴകും തോറും ആഹാരത്തിൽ അണുക്കൾ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. സാലഡ്, ചട്നി, തൈര് സാദം തുടങ്ങിയ ഭക്ഷണങ്ങൾ തയ്യാറാക്കി ഉടനെ തന്നെ കഴിക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ ഇതിൽ നിന്ന് ഭക്ഷ്യവിഷബാധ ഉണ്ടാവാനുള്ള സാധ്യതകളും വർദ്ധിക്കും. ക്ലോസ്ട്രിഡിയം ബോട്ടുലിനും സാൽമോണേല, സ്റ്റഫിലോകോക്കസ് എന്നീ ബാക്ടീരിയകളും ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണമാവാറുണ്ട്. ഈ ബാക്ടീരിയകൾ പുറത്തിടുന്ന അപകടകാരികളായ ടോക്സിനുകൾ ജീവന് പോലും ഭീഷണിയാകുന്നവയാണ്. ഇത്തരം ബാക്ടീരിയകളുടെ സാന്നിധ്യമുള്ള ആഹാരം കഴിച്ച് ഏകദേശം 12 മണിക്കൂറിനുള്ളിൽ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങും. പ്രഥമ ശുശ്രൂഷ എന്ന നിലയിൽ വിഷാംശം കുറയ്ക്കുന്നതിന് ധാരാളം വെള്ളം കുടിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. ആശുപത്രിയിൽ എത്തിയാൽ വിഷബാധയെ നിർവീര്യമാക്കുന്ന ഫലപ്രദമായ ആന്റിബയോട്ടിക്കുകൾ നൽകും. ഇനി എങ്ങനെയാണ് ഭക്ഷ്യവിഷബാധയെ തടയുകയെന്ന് നോക്കാം. എപ്പോഴാണെങ്കിലും ഏത് സാഹചര്യത്തിലാണെങ്കിലും പഴകിയ ആഹാരം ഉപയോഗിക്കരുത്. അതിൻ്റെ രുചി, മണം, നിറം എന്നിവ വ്യത്യാസം അനുഭവപ്പെട്ടാൽ എത്ര വിലയേറിയ ആഹാരമായാലും കഴിക്കാൻ പാടില്ല. പാകം ചെയ്ത ആഹാരം കൂടുതൽ നേരം തുറന്നു വെക്കാതെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. പാകം ചെയ്ത മാംസം, മുട്ട, മത്സ്യം തുടങ്ങിയവ അധിക നേരം പുറത്തു വയ്ക്കാതെ ഇരിക്കുക. തണുത്ത ആഹാരം നന്നായി ചൂടാക്കി അല്ലെങ്കിൽ നന്നായി തിളപ്പിച്ച് മാത്രം കഴിക്കുക. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക. ബേക്കറി ആഹാരങ്ങൾ അന്നന്ന് തയ്യാറാക്കിയത് മാത്രം കഴിക്കാൻ ശ്രദ്ധിക്കണം. പഴകിയ എണ്ണ പലഹാരങ്ങളും ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ പാക്കറ്റ് ഫുഡ് വാങ്ങുമ്പോൾ നല്ല ബ്രാൻഡ് തിരഞ്ഞെടുക്കണം. ഇവയുടെ എക്സ്പയറി ഡേറ്റും ഇതിലൂടെ പരിശോധിക്കണം. മഞ്ഞൾപ്പൊടി, മുളകുപൊടി തുടങ്ങിയ എല്ലാത്തരം മസാലപ്പൊടികളും വിപണിയിൽ സുലഭമാണ്. മസാല തയ്യാറാക്കുന്ന സമയം ലാഭിക്കാം എന്നതിനാൽ പൊതുവെ ഇവ വീടുകളിൽ ഉപയോഗിക്കാറുണ്ട്. കടയിൽ നിന്ന് വാങ്ങി നേരിട്ട് ഉപയോഗിച്ചാൽ മാത്രം മതി എന്നാണ് ഇതിൻ്റെ പ്രത്യേകത. എന്നാൽ ഇവയിൽ ചിലതിലെങ്കിലും മായം കലർത്തപ്പെടുന്നുണ്ടെന്ന് വാർത്തകൾ അടുത്തിടെ വന്നിരുന്നു. അത്തരം മായം കലർന്ന മസാല കൊണ്ട് തയ്യാറാക്കിയ ഭക്ഷണം കഴിക്കുന്നതിലൂടെ ദഹന പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിൽ സംശയം വേണ്ട. അതുകൊണ്ട് തന്നെ അവ തിരഞ്ഞെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പരമാവധി വിശ്വാസ്യതയുള്ള ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾ മാത്രം വാങ്ങുക. കാലഹരണ തീയതി കൃത്യമായി പരിശോധിക്കുക. ഉപയോഗിക്കാൻ ആവശ്യമുള്ള അത്രയും ചെറിയ അളവിൽ മാത്രം വാങ്ങിയാൽ മതി. കൂടുതൽ കാലത്തേക്ക് മുൻകൂട്ടി മേടിച്ചു വെക്കുന്നത് ഗുണമേന്മയെ തന്നെ ബാധിക്കും. പിന്നീട് ഇവ ഇരുന്ന് പഴകാൻ സാധ്യതയുണ്ട്. ഉപയോഗം കഴിഞ്ഞാൽ വായു കയറാത്ത ബോട്ടിൽ ഇവ ഭദ്രമായി അടച്ചു വയ്ക്കണം. നനഞ്ഞ സ്പൂണിട്ട് കോരിയെടുക്കാൻ പാടില്ല, കാരണം ഇത് ഫംഗസ് ബാധ ഉണ്ടാക്കും. ഇനി ഭക്ഷ്യവിഷബാധയേറ്റ് അത് മാറിയാൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അസുഖം മാറി വയറും വൃത്തിയായി. വീണ്ടും ജങ്ക് ഫുഡും പഴയ ആഹാരവും കഴിക്കാൻ മുതിരരുത്. വയറിനെ അല്പം വിശ്രമിക്കാൻ വിടുകയാണ് ആദ്യം ചെയ്യേണ്ടത്. ചികിത്സ കഴിഞ്ഞുള്ള ഇടവേളയിൽ ഭക്ഷണത്തിനൊരു കരുതൽ വേണം. ഈ സമയത്ത് ORS പാനീയം കുടിക്കുന്നത് വളരെ നല്ലതാണ്. ഛർദിയിലൂടെയും വയറിളക്കത്തിലൂടെയും നഷ്ടപ്പെടുന്ന പോഷകങ്ങളെ ക്രമീകരിക്കാൻ ORS സഹായിക്കും. കട്ടിയുള്ള ഭക്ഷണങ്ങൾ കഴിവതും ഒഴിവാക്കണം. പഴം, മുട്ടയുടെ വെള്ള, തേൻ, വേവിച്ച ഉരുളക്കിഴങ്ങ്, അരി ആഹാരങ്ങൾ തുടങ്ങിയവ ഇടവിട്ട ദിവസങ്ങൾ കഴിച്ചു തുടങ്ങാം. കഴിക്കാൻ ഫ്രിഡ്ജിൽ നിന്നെടുത്ത ആഹാരം ചൂടാക്കിയ ശേഷം വീണ്ടും ഫ്രിഡ്ജിൽ വെക്കരുത്. ഇത് ഭക്ഷ്യവിഷബാധയ്ക്ക് മാത്രമല്ല മറ്റു പല അസുഖങ്ങൾക്കും കാരണമായേക്കാം.